ബി.ജെ.പി. നേതാവായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗെയിം ചേഞ്ചറാണെന്ന് ഞാൻ കരുതുന്നു. ബി.ജെ.പി. കോൺഗ്രസിൽ നിന്നും മറ്റും കുറച്ച് നേതാക്കന്മാരെ അടർത്തിയെടുത്തുകൊണ്ട് മിടുക്ക് കാണിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അടുത്ത കാലത്ത് നാം കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ, കോൺഗ്രസ് ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൃത്യമായി കോൺഗ്രസിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഒരു വലിയ പൊളിറ്റിക്കൽ സ്ട്രൈക്ക് പാലക്കാട് നടത്തിയിരിക്കുകയാണ്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ഒരു സീറ്റിന് വേണ്ടിയല്ല, രാഷ്ട്രീയമായ ചില ലാഭങ്ങൾക്ക് വേണ്ടിയല്ല. കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും എത്രയോ വർഷങ്ങളായി അധികാരത്തിന് പുറത്തുള്ള പ്രസ്ഥാനങ്ങളാണ്. സന്ദീപ് വാര്യരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം ഈ കോൺഗ്രസ് പ്രവേശനത്തെ പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ ഒരു വിഷയമാക്കി അവതരിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. ബി.ജെ.പിയിലെ ഏതെങ്കിലും നേതാക്കന്മാരോട് പിണക്കമുള്ളതുകൊണ്ട് കൂടുവിട്ട് കൂടുമാറുക എന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചു. ഞാൻ സ്നേഹത്തിൻ്റെ കടയിൽ ഒരു അംഗത്വം എടുക്കുന്നുവെന്നും വെറുപ്പിൻ്റെ ഫാക്ടറി ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്നും പറയുമ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയ സന്ദേശമുണ്ട്. ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും പൊതുവിൽ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെറ്റിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ബി.ജെ.പി. നയത്തിനെതിരെ സന്ദീപ് വാര്യർ സംസാരിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രവേശനത്തെ അർത്ഥവത്താക്കുന്നത് എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് കളി മാറ്റിയിരിക്കുകയാണ്, ഗെയിം ചേഞ്ച് നടത്തിയിരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ ജയിക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സന്ദീപ് വാര്യരെ ചൂണ്ടയിടാൻ നോക്കി. അതുകൊണ്ട് ഇനി സന്ദീപ് വാര്യരെ കുറ്റം പറയുവാനും സാധ്യമല്ലാത്ത അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. അവരുടെ സ്ഥാനാർത്ഥി ദയനീയമായ 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന് മാത്രമല്ല, ബി.ജെ.പിയും കോൺഗ്രസും നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന, നേരിട്ട് സമരം ചെയ്യുന്ന പാലക്കാട് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ രാഹുലിൻ്റെ വിജയം ഉറപ്പായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാലക്കാട്ടെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം സംഭവിക്കും. ബി.ജെ.പിക്കകത്തുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവർക്കകത്ത് തീർക്കാൻ പറ്റുന്നതാണെന്നും മറ്റു പാർട്ടികളിലെ പ്രശ്നങ്ങൾ അവരെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ലാഭക്കച്ചവടം നടത്തുമെന്നും ഉള്ള ബി.ജെ.പിയുടെ അവകാശവാദം തകർന്നിരിക്കുകയാണ്. മാത്രമല്ല, സന്ദീപ് വാര്യർ ഒരു കാര്യവും കൂടെ പറഞ്ഞു, കൊടകരയും അതേപോലെ തന്നെ കരുവന്നൂരും തമ്മിൽ ബന്ധമുണ്ടെന്നും കൊടകരയിലെ കുഴൽപ്പണവും കരുവന്നൂരിലെ തട്ടിപ്പും തമ്മിൽ വെച്ചുമാറിയിരിക്കുകയാണ് എന്നുകൂടി ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എടുത്ത് പറയേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ അനുരണനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റമാണ് സന്ദീപ് വാര്യരുടേത് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. ഒപ്പം തന്നെ മതേതര പക്ഷത്തേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാഹുലിൻ്റെ വിജയത്തിനായി ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കണമെന്ന് എല്ലാ പ്രവർത്തകരോടും മതേതര വിശ്വാസികളോടും അഭ്യർത്ഥിക്കുന്നു.